ഓക്കെ, ഇന്നലെ റസാഖ് സാർ അവിടെ നല്ല മഴയാണെന്ന് പറഞ്ഞിരുന്നു അല്ലേ? അതിന് ശേഷം ഇവിടെ നല്ല മഴയായിരുന്നു. ഓക്കെ, അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നുണ്ട്. സോ നമ്മുടെ സ്വന്തം റസാഖ് സാറിന്റെ സെഷൻ ആണ് ഇന്ന് വരുന്നത്. എല്ലാവർക്കും അറിയാം, ഏതൊരു ഇതാണെങ്കിലും അതിന്റെ അടിത്തറ മീൻസ് ഫൗണ്ടേഷൻ നന്നായിരിക്കണം എന്നുള്ളത്. സോ ആ ഒരു ടോപ്പിക്കാണ് ഇന്ന് റസാഖ് സാർ ചൂസ് ചെയ്തിട്ടുള്ളത്, അടിത്തറ എന്നുള്ള ടോപ്പിക്. അപ്പം നിങ്ങൾക്ക് വേണ്ട പോയിന്റ്സ് ഒക്കെ ആയിരിക്കും റസാഖ് സാർ പറയുന്നത്. സോ എല്ലാവരും എന്ത് ചെയ്യുക, അത് നോട്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഇന്നത്തെ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ റസാഖ് സാറെ ഇൻവൈറ്റ് ചെയ്യാണ്. റസാഖ് സാർ, പ്ലീസ് വെൽക്കം. താങ്ക് യു. എവിടെ മണിസാറെ എല്ലാരും മെഡിറ്റേഷൻ കഴിഞ്ഞ് കണ്ണു തുറന്ന? കണ്ണു തുറന്നിട്ടുണ്ടല്ലേ? സാർ കണ്ണു തുറക്കാൻ പറഞ്ഞിട്ട് കണ്ണു തുറന്നിട്ടുണ്ട് എല്ലാവരും. ഓക്കെ, താങ്ക് യു ഷീജ മാം, മണി സാർ. വേറെ തുറന്നെല്ലാരൊക്കെ ഓണാക്കിയാണ്. നമ്മൾ ഓരോ ദിവസവും കണ്ണു തുറക്കുന്നത്, ആ കണ്ണു തുറക്കുന്ന സമയത്ത് ഉണരുന്നത് നമ്മുടെ ശരീരം മാത്രമല്ല, മനസ്സും കൂടിയാണ്. മനസ്സ് ഒരു പുതിയ ജീവിതത്തെ വരവേൽക്കാൻ പുനഃക്രമീകരണത്തിന് തയ്യാറെടുക്കുകയാണ് അതിരാവിലെ. എന്നാൽ ഈ സുവർണാവസരം ഉപയോഗിക്കുന്ന എത്ര പേരുണ്ട്? അതിരാവിലെ കണ്ണു തുറക്കുന്ന സമയത്ത് മനസ്സും കൂടി ഉണരുന്നുണ്ട്. ആ ഒരു നിമിഷത്തിൽ അത് ഉപയോഗിക്കുന്ന എത്ര പേരുണ്ട് എന്നാണ് ചോദ്യം. പല ആളുകൾക്കും ഈ രാവിലെ എന്ന് പറഞ്ഞാൽ അലറി വിളിക്കുന്ന അലാരത്തിന്റെ ശബ്ദം, പിന്നീട് വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ, അതിനു വേണ്ടിയുള്ള വെപ്രാളപ്പെട്ട ഓട്ടം, ഇതൊക്കെയല്ലേ നമ്മുടെ പ്രഭാതം. ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമ്മളെ തിരുത്തിക്കുറിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ പാത തിരുത്തിക്കുറിക്കാൻ കഴിയുന്ന ഒരു സുപ്രധാന അവസരമാണ് നമ്മൾ വെറുതെ പാഴാക്കി കളയുന്നത്. ഒരു ദിവസത്തിന്റെ സ്വരം നന്നായാൽ, അല്ലെങ്കിൽ ആ സ്വരം നിർണയിക്കുന്നത് ഈ രാവിലത്തെ നിമിഷങ്ങളാണ്. അപ്പോ രാവിലെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ചില ചിന്തകൾ, ആചരിക്കുന്ന ചില ശീലങ്ങൾ എന്നിവയാണ് ബാക്കി നിമിഷങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ഉണർവിലും നമുക്ക് സ്വന്തമായി ചോദിക്കാവുന്ന ഒരു ചോദ്യമുണ്ട്: ഞാൻ എന്തിനു വേണ്ടിയാണ് ഇന്ന് രാവിലെ ഉണർന്നത് എന്ന ചോദ്യം. അങ്ങനെ ചോദിച്ചവരൊക്കെ ഒന്ന് യെസ് ടൈപ്പ് ചെയ്ത്, നിങ്ങൾ എന്തിനാണ് ഇന്ന് രാവിലെ ഉണർന്നത് എന്ന് നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഒന്ന് യെസ് ടൈപ്പ് ചെയ്ത്. ഈ ചോദ്യത്തിന് വ്യക്തമായ ഒരു ഉത്തരം നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ രക്ഷപ്പെട്ടു. കാരണം നമ്മൾ ദിവസം രാവിലെ ഒരു വലിയ തലവേദനയും ആശങ്കകളും പഴയ വിഷമങ്ങളും അപ്രതീക്ഷിത ചിന്തകളും മനസ്സിനെ ആർത്തിയോടെ പിടിപെടുമ്പോൾ
നമുക്ക് ഈ ചോദ്യത്തിന് ഉത്തരമില്ലെങ്കിൽ വലഞ്ഞു പോകും. ഇല്ലേ? ആണോ? അല്ലേ? ടൈപ്പ് ചെയ്തോളൂ, ടൈപ്പ് ചെയ്തോളൂ. യെസ് സാർ. ഇതിനെ നേരിടാൻ നമ്മൾ എന്താ ചെയ്യാം? ഇതിനെ നേരിടാൻ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് മനസ്സിനെ ശാന്തമാക്കുക എന്നുള്ളതാണ്. ചെറിയ ഒരു കർമ്മം മാത്രമാണ് മനസ്സിനെ ശാന്തമാക്കുക. ഇതിനായി ചില നിമിഷങ്ങൾ പൂർണ്ണ നിശബ്ദതയിൽ നമ്മൾ ഇരുന്ന് ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യണം. പൂർണ്ണമായ നിശബ്ദതയിൽ ഇരുന്നിട്ട് ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് വലിക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുക. അതിനുശേഷം ഹൃദയത്തിൽ ഒരു നന്ദി പ്രാർത്ഥന ചെയ്യുക. നന്ദി പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ സെക്കൻഡിനും നമ്മൾ നന്ദിയുള്ളവരായി തീരണം എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. അത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ചെറിയൊരു വിഷമം വരണം, അപ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ. ശൈലിമേ, ശ്വാസത്തിന്റെ വില അറിയണമെങ്കിൽ ശ്വാസമുട്ടുണ്ടാകും. ശ്വാസമുട്ടുണ്ടാകുമ്പോഴാണ് നമ്മൾ ശ്വാസത്തിന്റെ വില അറിയുന്നത്. നമ്മൾ പറയല് എന്താ? ശ്വാസം മുട്ടി എന്നാണ്. ശ്വാസം ഉള്ളത് നമ്മൾ പറയാറുണ്ടോ? ബ്രീത്തിങ് ഈസി നമ്മൾ പറയാറുണ്ടോ? ഇല്ല. മുട്ടുമ്പോൾ മാത്രമേ നമ്മൾ പറയുള്ളൂ, ഇല്ലേ? മുട്ടുമ്പോൾ മാത്രമാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഓരോ സെക്കൻഡിലും നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളെ മാത്രം തിരഞ്ഞെടുത്ത് അതിന് നന്ദി രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മൾ നൗഫൽ സാറ് ഈ ഗ്രൂപ്പിൽ ഇപ്പൊ ഉണ്ടാറില്ല. നൗഫൽ സാർ എനിക്കൊരു വീഡിയോ ഇട്ടിരുന്നിരുന്നു, മോഹൻലാലിന്റെ, നമ്മളെ ലാലേട്ടന്റെ ജീവിതത്തില് ഒരു സെക്കൻഡ് പോലും നന്ദി പറയാത്ത നിമിഷങ്ങളില്ല എന്നാണ് പറയുന്നത്. അത് ഓരോന്ന് എടുത്ത് പറയുന്നുണ്ട്, ഓരോ വ്യക്തികൾക്കും സാഹചര്യങ്ങൾക്കും അടക്കം. അപ്പൊ നമ്മളിങ്ങനെ കേൾക്കുമ്പോ ഇതൊരു നിസ്സാരമെന്ന് തോന്നിപ്പോകും. കേൾക്കുമ്പോ ഇത് നിസ്സാരമെന്ന് തോന്നിപ്പോകുന്ന ഈ ശീലങ്ങൾ നമ്മുടെ മാനസിക അവസ്ഥയെ അത്ഭുതകരമായ മാറ്റത്തിന് റെഡിയാക്കാനുള്ളതാണ്, മാറ്റങ്ങൾ വരുത്താനുള്ളതാണ്. നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ വലിയ ലക്ഷ്യങ്ങൾ നേടാൻ വെമ്പൽ കൊള്ളുന്ന അവസരത്തിൽ വിജയത്തിന്റെ ആ ഒരു കണിക തുറക്കാൻ ഈ ചെറിയ കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മൾ വലിയ 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 ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാവും, അല്ലെ? ഗോളുകളും ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും പ്രതീക്ഷകളും, അങ്ങനെയാണുള്ള ജീവിതം. ഇന്ത്യന്റെ പ്രധാനമന്ത്രി ആകണം എന്നൊക്കെ ആഗ്രഹം. പക്ഷെ നമ്മൾ അതിനു വേണ്ടിയുള്ള ഒരു ചെറിയ ചെറിയ സ്റ്റെപ്പ് പോലും, പ്രധാനമന്ത്രി ആകാൻ വേണ്ടിയിട്ടല്ല, നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുള്ള ചെറിയ ചെറിയ സ്റ്റെപ്പ് പോലും വളരെ നിസ്സാരമായി കാണുന്നു എന്നുള്ളതാണ് പ്രധാനം. അതിനെ നമ്മൾ എന്ത് ചെയ്യാം? നിസ്സാരമല്ലാത്ത എൻ്റെ ജീവിതത്തിന്റെ സ്റ്റെപ്പുകളാണെന്ന് കരുതി ചെയ്താൽ അത് നമുക്ക് തീർച്ചയായിട്ടും ഉപയോഗപ്പെടും. അപ്പോ ചെറിയ ചെറിയ പ്രോഗ്രാമുകൾ, അതായത് ഗ്രാറ്റിറ്റ്യൂഡ്, അതുപോലെ തന്നെ മെഡിറ്റേഷൻ പോലുള്ള ചെറിയ ചെറിയ നമുക്ക് ചെറുത് എന്ന് തോന്നുന്ന ഈ സംഭവങ്ങളാണ് അത് സ്ഥിരമായി ചെയ്യുന്നതും ആണ്. ആ ശീലങ്ങൾ വളർത്തിയെടുക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള ജീവിതത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത്. എങ്ങനെ? നമ്മൾ വലിയ വലിയ
ലക്ഷ്യങ്ങളും ഗോളുകളും സെറ്റാക്കി ഞാൻ എവിടേക്ക് എത്തണം എന്ന് നിർണയിച്ചതിന് ശേഷം നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ അടിത്തറ. ഇതിന്റെ മുകളിലേക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് കെട്ടിപ്പടുക്കാം, അല്ലെ? ഇപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടം എവിടെ ഉള്ളത് ആർക്കെങ്കിലും അറിയാം? ഇപ്പൊ ഉണ്ടാകാൻ പോകുന്നുണ്ട് പുതിയത്. ലോകത്തിലെ ഏറ്റവും വലിയൊരു കെട്ടിടം ഉണ്ടാകാൻ പോകുന്നു. എവിടെയാണ്? ആർക്കെങ്കിലും അറിയോ? എനിമേമ്മനെ അറിയോ? ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടം ഉണ്ടാകാൻ പോകുന്നതോടെ നമ്മളെ മനസ്സിലായിരിക്കും. അതെ, അതാണ് നമ്മൾ അടിത്തറ നന്നാക്കാൻ കഴിഞ്ഞാൽ എന്താവും? നമ്മളെ ഗോളുകളും സെറ്റുകളും ഒക്കെ പൊളിഞ്ഞു വീണ് പോകും. അപ്പൊ അതുകൊണ്ട് അടിത്തറ നന്നാക്കി എടുക്കുക. അടിത്തറ നന്നാക്കാനുള്ള മാർഗമാണ് ഞാൻ പറഞ്ഞത്. ഇത് നമ്മളൊരു ഈ പറയുന്ന വാക്കുകൾ അതൊരു പോസിറ്റീവ് ചിന്തയുടെ പ്രഖ്യാപനമൊന്നുമല്ല. നമ്മുടെ മനസ്സിനെ വിജയത്തിനായി പരിശീലിക്കുന്ന ഒരു ശക്തമായ അടയാളമായി കരുതിയാൽ മതി. നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന ഒരു ശക്തമായ അടയാളം. ഓക്കെ, പുറത്തുള്ള ലോകം പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? അസ്ഥിരമായിരിക്കും. പുറത്തുള്ള ലോകം എപ്പോഴും അങ്ങനെയാണ്. കാരണം വാർത്തകളും സോഷ്യൽ മീഡിയകളും ചുറ്റുമുള്ള സംഭവങ്ങളും നമ്മുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും. നമുക്ക് ഈ ബാഹ്യമായ സാഹചര്യങ്ങളെ നിയന്ത്രിക്കാനാവുകയില്ല. അയ്യോ, സോഷ്യൽ മീഡിയ നിർത്തിക്കാൻ കഴിയൂല. ജനങ്ങളുടെ വാക്കുകൾ നിർത്തിവെക്കാൻ സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല. എന്ത് തന്നെ ചെയ്താലും, നമ്മൾ എന്തൊക്കെ ചെയ്താലും അതിന്റെ നെഗറ്റീവ് മാത്രമായിരിക്കും നമുക്ക് കേൾക്കാൻ കഴിയും, അല്ലേ? നമ്മൾ എന്തൊക്കെ ചെയ്താലും ശരി, എന്തൊക്കെ പറഞ്ഞാലും ശരി, എന്തെല്ലാം നേട്ടങ്ങൾ കൈവരിച്ചാലും ശരി, അതിന്റെ നെഗറ്റീവ് മാത്രമായിരിക്കും നമ്മളിലേക്ക് എത്തിപ്പെടുക. അല്ലാതെ പോസിറ്റീവ് ഒരാളും സംസാരിക്കണമെന്നൊരു നിയമവും ഇല്ല അവിടെ. അപ്പോ നമുക്കിതിനെ നിർത്താൻ കഴിയില്ല. പക്ഷെ എവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ള അധികാരം നമുക്ക്, ഏതാണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ള അധികാരം നമ്മളിൽ. എന്ത് ശ്രദ്ധിക്കണം? ശനിമാൻ പറഞ്ഞ് ശ്രദ്ധിക്കണോ, ബഷീർ സാർ പറയുന്നത് ശ്രദ്ധിക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ്, അല്ലേ? അപ്പൊ ഏതാണ് സ്വീകരിക്കേണ്ടത്, ഏതാണ് സ്വീകരിക്കപ്പെടാത്തത് എന്ന് നമുക്ക് തീരുമാനിക്കാം. അപ്പോ ഈ ആന്തരികമായ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞത് അതിനെയാണ്. നമുക്ക് എന്താണ് തീരുമാനിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് അറിയാനുള്ള ആ സ്വാതന്ത്ര്യം. അപ്പോ അങ്ങനെ ദിവസം ആചരിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് എന്താവും? ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് അതിനെ ഉൾപ്പെടുത്തി നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്താൻ നമുക്ക് സാധിക്കും. ഞാൻ പറഞ്ഞത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. നമുക്കൊക്കെ ഒരുപാട് ഗോളുകളും ലക്ഷ്യങ്ങളും പ്രതീക്ഷകളും ഉണ്ട്, ഇല്ലെങ്കിൽ ഈ ലോകത്ത് ജീവിക്കൂല. പക്ഷെ അങ്ങനെ ഒരു സ്വപ്നങ്ങളും ഗോളുകളും ഉണ്ടായിട്ട് മാത്രം ഒരു പ്രയോജനവുമില്ല. നമ്മൾ എടുക്കുന്ന ചെറിയ ചെറിയ സ്റ്റെപ്പിലൂടെ മാത്രമേ നമുക്ക് അങ്ങോട്ട് എത്താൻ സാധിക്കുള്ളൂ. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഒരിക്കലും നമുക്ക് എന്താകാൻ കഴിയില്ല, ഒരു MA യൂസഫ് അലി ആകാൻ സാധ്യമല്ല. അതിനു വേണ്ടി ഓരോ ദിവസവും പ്രഭാതത്തില് നമ്മുടെ ചിന്തകളെ അല്ലെങ്കിൽ നമ്മുടെ ശീലങ്ങളെ അതിലേക്ക് മാറ്റി ഏതൊക്കെ ശ്രദ്ധിക്കണം, ഏതൊക്കെ ശ്രദ്ധിക്കാൻ പാടില്ല, എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടത്, ഇന്ന് രാവിലെ ഞാൻ എന്തിനാണ് ഉണർന്നത് എന്നുള്ളത് ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ടായാൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിന്റെ അടിത്തറ അത് തന്നെയായിരിക്കും. പറഞ്ഞ മനസ്സിലാവുണ്ടോ? മനസ്സിലായവര് എന്തിനാ പറഞ്ഞു മനസ്സിലായവര് ടൈപ്പ് ചെയ്ത്
ആ ഷീജ മാമിന് മാത്രം മനസ്സിലായി. ഇനി നമ്മൾ കെട്ടിക്കൂട്ടിയ, അതായത് നമ്മൾ പടുത്തുയർത്തിയ ഈ കൊട്ടാരം വീഴാതിരിക്കാൻ കൂടി നമ്മൾ ഒരു സെക്യൂരിറ്റി വലയം ഉണ്ടാക്കിയെടുക്കണ്ടേ? നമ്മൾ പതുക്കെ പതുക്കെ എല്ലാ ദിവസവും ഉണർന്ന് ആ ചെറിയ ശീലങ്ങളിലൂടെ വളർത്തി 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 നട്ട് നനച്ച് വളം വെച്ച് കൊടുത്ത് ഒരു സെറ്റിലെത്തുമ്പോ അത് തകരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? അതും കൂടെ നമ്മൾ പഠിച്ചാൽ ഇന്നത്തെ വിഷയം തീർന്നു. കാരണം നമ്മളിപ്പോ ഒരു ചെടിയോ മരമോ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അത് വാടാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തേണ്ടേ? അല്ലെങ്കിൽ അത് ഫലം കഴിക്കുമ്പോൾ അത് കൊത്തി കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി, കിളികളൊക്കെ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി ഒരു സെക്യൂരിറ്റി വലയം തീർക്കണ്ടേ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ചോദ്യത്തിലുണ്ട്. എന്ത്? ഞാൻ എന്തിനു വേണ്ടിയാണ് ഇന്ന് രാവിലെ ഉണർന്നത് എന്ന ബോധം നമുക്കുണ്ടായിരിക്കും. ഒരു ദിവസം, ഇന്നത്തെ ഒരു ദിവസം എന്തിനു വേണ്ടി ഉണർന്നു എന്ന് നമുക്കുണ്ടായിരിക്കും ആ ഒരു ബോധം. നമ്മൾ മറ്റുള്ളവരെ പഴി പറയാൻ പോയാൽ നമ്മളെ പഴി പറയുന്ന ആളുകളുടെ കൂട്ടത്തിൽ തന്നെ ആയിരിക്കും നമ്മൾ. ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ കേൾക്കുന്നത് എന്തായിരിക്കും? നെഗറ്റീവുകൾ മാത്രം. ഇപ്പൊ ബഷീർ സാർ എന്തൊക്കെ ചെയ്താലും ശരി, ആ ബഷീർ സാർ ചെയ്ത ഏതെങ്കിലും ഒരു നെഗറ്റീവ് മാത്രമായിരിക്കും പോസ്റ്ററിൽ വരിക, വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ വരിക. നല്ലതൊരിക്കലും വരാൻ സാധ്യത. ബഷീർ സാർ കൊടുത്തെങ്കിൽ അല്ലാതെ വേറെ ആരും കൊടുക്കില്ല, അല്ലേ? അപ്പോ ബാഹ്യമായ അത്തരം ഇടപാടുകൾ ഉണ്ടാകും, അതിലൊരു സംശയം വേണ്ട. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കൃത്യമായ ഫോക്കസ്, അതായത് ആ യാത്രയിൽ ഒരാളെയും വേദനിപ്പിക്കാതെ, ഒരാൾക്ക് എന്തെങ്കിലും വിഷമം സംഭവിക്കുന്ന വാക്കുകളോ പ്രവർത്തനങ്ങളോ ഇല്ലാതെ നമ്മൾ മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്കെതിരെ ശത്രുക്കൾ വരാതിരിക്കുള്ളൂ. പിന്നെ ഞങ്ങളെ മേഖലയൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, എങ്ങനെ കുത്താൻ പറ്റും എന്നാണ് എല്ലാവരും അന്വേഷിച്ചു കൊണ്ടേയിരിക്കുന്നത്, അല്ലേ? ഞാൻ ചെയ്യുന്ന മേഖലയിൽ എങ്ങനെയൊക്കെ കുത്താൻ പറ്റും എന്നാണ് പലരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരെങ്ങനെ ശരിയാക്കാം, ഇവരെങ്ങനെ ശരിയാക്കാം എന്ന പഠനത്തിലാണ്. അപ്പോ എല്ലാ വിഷയവും തന്നെ കേട്ടോ. ഒരു സാധാരണ ഒരു ചായ കച്ചവടം ചെയ്യുന്ന ഒരു വ്യക്തി ഇപ്പൊ ഇന്നലെ ഫേസ്ബുക്കിൽ കണ്ടു ഞാൻ. നിങ്ങളെ ആരെങ്കിലും കണ്ടോ, ശ്രദ്ധിച്ചോന്ന് അറിയില്ല. ഒരു കോഴിക്കോടല്ല, വേറൊരു സ്ഥലത്താണ് ഒരു ബിരിയാണി കച്ചവടം ചെയ്യുന്ന ഒരാള്, അയാളുടെ ബിരിയാണിയൊക്കെ എടുത്തിട്ട് റോഡിലേക്ക് വലിച്ചെറിഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയത് നിങ്ങളാരെയും കണ്ടായി? അയാൾ 100 രൂപക്ക് ബിരിയാണി വിറ്റു എന്നാണ് കാരണം. അവിടെ ഹോട്ടലിൽ 120, 150 ഒക്കെയാണ്. ഇയാൾ 100 രൂപക്ക് ബിരിയാണി വിറ്റ്. അവിടെ ഒരു ടേബിളൊക്കെ കൊടുത്തിട്ട് അതിന്റെ മുകളിൽ കുറച്ച് ബിരിയാണി കൊടുത്തിട്ട് അയാൾ 100 രൂപക്ക് വിറ്റു. ആ ബിരിയാണിയൊക്കെ എന്ത് ചെയ്തു? ഹോട്ടലുകാർ വന്നിട്ട്, അവിടെ അടുത്തൊന്നല്ല കേട്ടോ, കുറച്ച് വിട്ടുള്ള ഹോട്ടലിലാണ് വന്നിട്ട് എന്ത് ചെയ്തു? തട്ടിക്കളഞ്ഞിട്ടുണ്ടാവും. നല്ല വാർത്തയാണ് അല്ലേ? ഇതാണ് നമ്മുടെ പ്രവർത്തനം. ഇങ്ങനെ പ്രവർത്തിച്ചാൽ ആരാ പൊളിയാതിരിക്കുക? ആരാണ് നഷ്ടപ്പെടുക? ഹോട്ടലുകാർക്കല്ല നഷ്ടം, ചെയ്ത ആൾക്കാർക്കാണ് നഷ്ടം. കാരണം ഈ പേരിഞ്ഞ് എവിടെ വരും? ആ ഹോട്ടലിൽ വരും. ഇങ്ങനെ ചെയ്ത ഹോട്ടലാണ് എന്നൊരു പേരവിടെ വന്നാൽ കഴിഞ്ഞില്ലേ? ഞാൻ അവരെ കുറ്റം പറയല്ല, നമുക്ക് ചിന്തിക്കാൻ വേണ്ടി പറയാണ്. നമ്മൾ അങ്ങനെ ചെയ്യരുത്. നമ്മൾ അങ്ങനെ ചെയ്താൽ അത് നമുക്ക് വേണ്ടിയുള്ള താര നമ്മളെ പണിയും. ജഗദീഷ് ശ്രീകുമാർ പറഞ്ഞതുപോലെ നമുക്കുള്ള താര നമ്മൾ തന്നെ പറയും. ചില ആളുകളുണ്ട്, ഇപ്പോ മണിസാറിന്റെ ഒരു കല്യാണം നടക്കുകയാണ്.
അപ്പോ ഞാന് ബഷീർ സാറിനെ വിളിച്ചത് മണി സാറിന്റെ കല്യാണം നടക്കുന്നുണ്ട്. മണി സാറിന്റെ കുടുംബം അത്ര ശരിയല്ല കേട്ടോ. അത്ര ശരിയല്ല. അവര് ഭാര്യയും ഭർത്താവും ഭയങ്കര പ്രശ്നക്കാരാണ്. അവിടേക്ക് നിങ്ങളെ മകളെ കൊടുത്തയക്കണ്ട. അത് നാളെ ഭാവി നഷ്ടപ്പെടും എന്നൊക്കെ ഞാൻ പറഞ്ഞാൽ അപ്പൊ അത് വിശ്വസിച്ച് ആ കല്യാണം മുടങ്ങാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എനിക്കെല്ലാം പ്രയോജനമുണ്ടോ? ഇല്ല, ഒരു പ്രയോജനമില്ല. പക്ഷെ എനിക്ക് നഷ്ടമുണ്ട്. അതെന്താണ്? ഞാൻ ചെയ്തു വെച്ച, ഞാൻ സ്വപ്നം കണ്ടിരുന്ന, ഞാൻ ഓരോ ദിവസവും നട്ടു നനച്ചിരുന്ന ആ ചെടിയാണ് വാടാൻ പോകുന്നത്. നമ്മൾ ശ്രദ്ധിക്കാം. നമ്മളെല്ലാ ദിവസവും ഡിമാജിക്കിൽ വരുന്നുണ്ട്, മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്തിട്ടുണ്ട്, അഫർമേഷൻ ചെയ്തിട്ടുണ്ട്, ഫോർഗീവ്നെസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ നമ്മൾ വെള്ളവും കൊടുത്ത് വളർത്തിയെടുക്കുന്നതിനെ നമ്മൾ തന്നെ വെട്ടിക്കളയരുത്. നമ്മളെന്തിനാണ് ഈ രാവിലെ വിടർന്നത്? ഇന്ന് രാവിലെ വിടർന്നത് എന്തിനാണ്? നമ്മുടെ ശരീരത്തിന്റെ കണ്ണുകൾ മാത്രമല്ല ഇന്ന് വിടർന്നിട്ടുള്ളത്, മനസ്സിന്റെ പരിവർത്തനത്തിന് കൂടിയുള്ള ഒരു കണ്ണുകൂടി തുറന്നിട്ടുണ്ട്. ഇന്ന് ഞാൻ എന്തിനു വേണ്ടിയാണ് ഉണർന്നത് എന്ന ബോധം നമ്മളിലേക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ മനുഷ്യനും നന്മ ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുക. ഇല്ലെങ്കിൽ അവർക്ക് ദോഷം വരുന്നതൊന്നും ചെയ്യാതിരിക്കുമോ, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ചെയ്യാതിരിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ഈ ചെടിക്ക് വളരാനും സുരക്ഷിതമായി നിലനിൽക്കാനും സാധിക്കുന്നത്. അപ്പോ ഞാൻ എപ്പോഴും പറയുന്ന ഒരു വാക്കാണ്, ജിംനാസ്റ്റിക്കിൽ പറയാൻ പറ്റിയൊരു വാക്കല്ല. കാരണം 5 പേര് 6 പേരൊക്കെ ഒരു വീട്ടിൽ നിന്ന് ഞങ്ങൾ ഹജ്ജ് കർമ്മത്തിനൊക്കെ പോകും അല്ലെ? അച്ഛനും അമ്മയും മകനും മകന്റെ ഭാര്യയും. ഇവിടെ അത് തെറ്റാണെന്നല്ല പറഞ്ഞിട്ടോ, അത് ശരിയാണ്, പോകാം, ചെയ്യാം. അതിലേറെ ചിലപ്പോ എന്താവും, തൊട്ട അയൽവക്കത്ത് മരുന്നിന് പൈസ ഇല്ലാതെ, അല്ലെങ്കിൽ ഭക്ഷണത്തിന് വേണ്ടുന്ന രീതിയിൽ പൈസ ഇല്ലാതെ, അതുമല്ലെങ്കിൽ ചോർന്നൊലിക്കുന്ന വീട്ടിൽ താമസിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരെ സഹായിക്കലായിരിക്കും ഈ 7 ലോകത്തെ അറിഞ്ഞ് മുസല്ല വിരിച്ച് സുജൂദ് ചെയ്യുന്നതിന്റെ ഗുണം ചെയ്യുക. അതല്ല ഹജ്ജ്. 7 ലോകത്തെ അറിഞ്ഞ് 7 തവാഫ് ചെയ്ത് ഇബ്രാഹിം മക്കാമിൽ മുസല്ല വിരിച്ച് സുജൂദ് ചെയ്യാനാണല്ലോ അല്ലെ? അതാണല്ലോ ശരിക്കും ഹജ്ജ് അല്ലെ? പിന്നെ മിനയിലും സഭയിലൊക്കെ പോകുന്നുണ്ട് അതിന്റെ കർമ്മങ്ങൾ അത് ഇബ്രാഹിം നബി ചെയ്തതുപോലെ. പക്ഷെ യഥാർത്ഥത്തിൽ ഇതല്ലേ. അപ്പോ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും അത് മോശമാണെന്നല്ല ഞാൻ പറഞ്ഞിട്ടോ, നല്ലതന്നെ. പക്ഷെ അതിലേറെ കുറച്ചുകൂടെ ഗുണം ചെയ്യും ഇത്. നമ്മളെന്താ ഒരു വഴി കൊടുക്കൂല, കറണ്ട് കൊടുക്കൂല, അല്ലെങ്കിൽ നടക്കുന്ന വഴിയെ ബ്ലോക്ക് ആക്കി ഇടുക. ഇങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ രാവിലെ എണീറ്റ് മെഡിറ്റേഷൻ ചെയ്തിട്ടും ഗ്രാറ്റിറ്റ്യൂഡ് എഴുതിയിട്ടും ഫോർഗീവ്നെസ് എഴുതിയിട്ടും ഒരു പ്രയോജനം ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരും. അപ്പൊ അടിത്തറ നന്നായിരിക്കണം. അടിത്തറ നന്നായാൽ അതിൽ എന്തും കെട്ടിപ്പടുക്കാം, ഏത് വലിയ ഗോളുകളും സെറ്റ് ചെയ്യാം. അടിത്തറ നന്നായില്ലെങ്കിൽ നമ്മൾ ഗോൾ സെറ്റ് ചെയ്തതാണ് ഉണ്ടാവും, നമ്മൾ പടുത്തുയർത്തും, അത് മരം വീണ് തകർന്നു പോകും. അപ്പൊ അതെല്ലാവരും ഞാനടക്കം നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. ഓരോ ദിവസവും ഓരോ സുപ്രഭാതവും നമ്മൾ കണ്ണു തുറക്കുന്നത് ശരീരത്തിന്റെയും മനസ്സിന്റെയും കണ്ണു തുറന്ന് ജീവിതത്തിലെ ഒരു വലിയ അടിത്തറ കെട്ടിപ്പടുക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. ഇത്ര പോലെ മനസ്സിലായി. താങ്ക് യു. ഓക്കെ, താങ്ക് യു റസാഖ് സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പം
ബഷീർ സാറും മണി സാറും ആണ് വീഡിയോ ഓൺ ചെയ്തിട്ടുള്ളത്, റസാഖ് സാറും. ബാക്കിയുള്ളവരൊന്നും വീഡിയോ ഓൺ ചെയ്യാത്തതുകൊണ്ട് എന്താണ് നിങ്ങളുടെ ഒരു, നമുക്ക് മറ്റേ ഫേസിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും സെഷന്റെ ഒരു ഫീഡ്ബാക്ക് വീഡിയോ ഓൺ ചെയ്താൽ അല്ലേ? അങ്ങനെയല്ലേ റസാഖ്? ഓക്കെ. അപ്പം ബാക്കിയുള്ളവരൊക്കെ ബാക്കിയുള്ളവരെന്നല്ല എല്ലാവരും ആ സെഷനെ കുറിച്ചിട്ട് അറ്റ്ലീസ്റ്റ് ഒരു മിനിറ്റ് എങ്കിലും സംസാരിക്കുക, ഒരു വാക്കെങ്കിലും സംസാരിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. അപ്പം ആരാ സ്റ്റാർട്ടിങ്? ആരാണ്? എല്ലാവരും വീഡിയോ ഓൺ ആക്കുകയാണെങ്കിൽ ഒരു 2 മിനിറ്റ് സമയത്തിലേക്ക് ഞാനൊരു അഫർമേഷൻ തരാം. എല്ലാവരും വീഡിയോ ഓൺ ആക്കുകയാണ്, ഒരു ഓഫറാണ്. ഷൈനി മാം. ഇനി ആരാ വീഡിയോ ഓൺ ആക്കിയിട്ടുണ്ട്? കാരണം നിങ്ങളെ മുഖം എനിക്ക് കാണണം, എന്നാലേ ഇതിന്റെ മാറ്റങ്ങൾ അറിയാൻ കഴിയുള്ളൂ. ബീനാമേ ഓണാക്കി, ഈജ ഓണാക്കി, രഞ്ജിത്ത് ഓണാക്കി. അപ്പൊ വീഡിയോ ഓണാക്കാൻ അറിയാഞ്ഞിട്ടല്ല കേട്ടോ എല്ലാവർക്കും. ഫോട്ടോ എടുത്തോടെ. ഇനി വീഡിയോ ഓഫ് ആക്കരുതിട്ടാ, വീഡിയോ ഓഫ് ആക്കരുത്. കണ്ണടക്കുക. കണ്ണടച്ചിട്ട് അപ്പൊ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുക. കാരണം കണ്ണടച്ചു കഴിഞ്ഞാല് ഈ പ്രപഞ്ചം മൊത്തം നമ്മുടെ അടുത്താണ്, അതറിയില്ലേ നമ്മൾ കണ്ണടച്ചാൽ. അപ്പൊ നമ്മുടെ ബ്രെയിന് തലച്ചോറിൽ നിന്ന് അത് ശ്വാസത്തിലൂടെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നിട്ട് നമ്മുടെ ഓരോ കോശങ്ങളിലേക്കും എത്തുന്നത് നിങ്ങളൊന്ന് ഫീല് ചെയ്താൽ മതി. ഞാൻ പറയുന്ന വാക്ക് നിങ്ങളുടെ ശ്വാസത്തിലൂടെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നിട്ട് നിങ്ങളുടെ ശരീരത്തിന്റെ ഓരോ കോശങ്ങളിലും അത് എത്തുന്നത് ഒന്ന് ഫീൽ ചെയ്താൽ മതി. വെറും 2 മിനിറ്റ്. ഓക്കെ, 1 2 3. എന്റെ ആരോഗ്യം, സമ്പത്ത്, ഐശ്വര്യം, സുഖം, സന്തോഷം, സമ്പൽ സമൃദ്ധമായ ഒരു ജീവിതം അതെനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. കൂടുതൽ 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 വന്നുകൊണ്ടിരിക്കുന്നു. ആ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ആ ശ്വാസത്തിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സുഖകരമായ, സന്തോഷകരമായ, ഐശ്വര്യമായ, സമ്പൽ സമൃദ്ധമായ, ദുഃഖസുന്ദരമായ ഒരു ജീവിതം നമ്മുടെ ഓരോ കോശങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മളത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ആരോഗ്യമുള്ള, സമ്പത്തുള്ള, കുടുംബ ഭദ്രതയുള്ള, സുഖസുന്ദരമായ, സന്തോഷത്തിലുള്ള ഒരു ജീവിതം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മളൊരു സദസ്സിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ നമ്മളെ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ അവരെണീറ്റ് നിന്ന് നമുക്കൊരു കസേര ഇട്ട് അവിടെ ഇരിക്കാൻ പറയുന്നു. ഈ ജീവിതത്തിലെ എല്ലാ സുഖങ്ങളും സന്തോഷങ്ങളും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. സുഖകരമായ, സന്തോഷകരമായ, ഐശ്വര്യകരമായ, സമ്പൽ സമൃദ്ധിയുള്ള സുന്ദരമായ ഒരു ജീവിതം അത് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. ശ്വാസം പുറത്തേക്ക് വിടുക. ഓപ്പൺ യുവർ ഐസ്. കണ്ടു നോക്കുക. എന്താണ് റസാലിക്ക്? എന്ത് പറ്റി? പറഞ്ഞോളൂ. ഫീഡ്ബാക്ക് പറഞ്ഞോ. ക്ലാസ്സിന്റെ ഫീഡ്ബാക്ക് പറയാനാണ്. രണ്ടും പറയാലോ. നല്ലൊരു അഫർമേഷനും കൊടുത്തില്ലേ, ചെയ്തല്ലോ എല്ലാരും. അതിന്റെ ഫീഡ്ബാക്കും പറയാം, സെഷന്റെ ഫീഡ്ബാക്കും പറയാം. രഞ്ജിത്ത് സർ. അല്ല, ഇത് ഇപ്പോഴത്തെ ഒരു കാലത്ത് ഇത് സാറ് പറഞ്ഞ പോലെ ഭയങ്കര റിലവൻ്റ് ആണ്. ഈ പോസിറ്റീവ് ആയിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടാസ്ക് ആണ്. എവിടെ നോക്കിയാലും നെഗറ്റീവ് ആണല്ലോ. നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഏത് രീതിയിലാണെങ്കിലും സംഭാഷണത്തിലായാലും നമ്മളെ പ്രവൃത്തിയിലും ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ആ ഹോട്ടലിൽ ചെയ്തു എന്ന് പറഞ്ഞതുപോലെ നെഗറ്റീവ് ഒരു 10% പോലും പോസിറ്റീവ് ഇല്ലാത്തൊരു സൊസൈറ്റിയിൽ നമുക്ക് പോസിറ്റീവ് ആയിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരം അങ്ങനെ ആവുന്നതിൽ ഇത്തരം ക്ലാസ്സുകളുടെയൊക്കെ ഒരു ആവശ്യകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലുതാണ്. അത്തരം ഇമാതിരി ക്ലാസ്സുകൾ കാരണം കിട്ടുന്ന ഒരു മോട്ടിവേഷൻ അത് വളരെ പ്രാധാന്യമുള്ളതാണ്. പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു പോസ്റ്റൊക്കെ അതിൻ്റെ താഴെയൊക്കെ ഉള്ള കമൻറ്റുകളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ആൾക്കാർ എന്തുമാത്രം നെഗറ്റീവും ഫ്രസ്ട്രേറ്റഡും ഡിസപ്പോയിൻറ്റഡും ഒക്കെ ആണെന്ന് മനസ്സിലാക്കാനായിട്ട് ഈ ഇമാതിരി സോഷ്യൽ മീഡിയ പോലുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ നമുക്ക് പോസിറ്റീവായിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ നല്ല ഒരു എഫേർട്ട് ഇട്ട് മാത്രമേ അങ്ങനെ ആവാൻ പറ്റുള്ളൂ. അതിന് മെഡിറ്റേഷൻ ഇമാതിരി ക്ലാസ്സുകൾ നമ്മൾ ഡെലിബറേറ്റ് ആയിട്ട് മനഃപൂർവ്വം ഒരു എഫേർട്ട് ഇട്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ പോസിറ്റീവായിരിക്കുക എന്ന് പറയുക, ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. അതൊക്കെ ഒരു ഞാൻ പറഞ്ഞില്ലേ സ്ക്രൈബ് എഴുതി വെക്കുക, ഇങ്ങനെയൊക്കെ ചെയ്ത് ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ് പറഞ്ഞ ഈ ഇത്തരം കാര്യങ്ങളിൽ ഫോളോ ചെയ്യുന്നത് കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന സംഗതികൾ തന്നെയാണ്. ടോട്ടലി എഗ്രി, പറഞ്ഞ കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ട് എഗ്രി ചെയ്യണം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. വേറെ താങ്ക് യു സാർ, നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. മൊത്തത്തിൽ ഒന്ന് പോസിറ്റീവ് ആക്കിയെടുത്ത്. എന്താ പറഞ്ഞോളൂ. ഹലോ സാർ, കേൾക്കുന്നില്ലേ? ഹലോ. നല്ലൊരു അഫർമേഷനും കിട്ടി. ഇന്നത്തെ ദിവസം ഒരു മൊത്തത്തിലൊരു പോസിറ്റീവ് ആക്കി തന്ന് നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു സാർ. Okay, thank you, Ranjit sir. Thank you, ma'am. Okay. Bashir sir. ഗുഡ് മോർണിംഗ്. ഞാന് 2-in-1 എന്റെ എക്സസൈസും ഉണ്ട് അതിന്റെ ഇടയിൽ. അതാണ് അപ്പോ നല്ല ക്ലാസ് ആയിരുന്നു സാർ. പോസിറ്റീവ് എനർജിനെ പറ്റി ആധികാരികമായി പറയാനുള്ള എല്ലാ ക്വാളിഫിക്കേഷനുള്ള ആളാണ് ഇവര്. വളരെ നല്ല നല്ല ഇൻഫർമേഷനും തന്ന് നല്ലൊരു ക്ലാസ്സും തന്ന് രാവിലെ എണീക്കുമ്പം ചെയ്യേണ്ട കാര്യങ്ങൾ. നമുക്ക് ഈ ചെറിയ ചെറിയ കാര്യങ്ങളിൽ കൂടിയാണ് വലിയ വലിയ സംഭവങ്ങളിലേക്ക് നമ്മൾ എത്തുക. അങ്ങനെ അതിന് ഒരു പുസ്തകം ഉണ്ടല്ലോ, എന്താ അറ്റമിക് ഹാബിറ്റ്സ്, അതിലിതേമാതിരിയാണ്. നമ്മൾ ഒരു ശതമാനം ദിവസം മാറുകയാണെങ്കിൽ നമ്മളൊരു വർഷം കൊണ്ട് എവിടെ എത്തും എന്നുള്ള നല്ലൊരു ക്ലാസ് ആയിരുന്നു സാർ. നല്ല അറിവ് പകർന്ന, പ്രത്യേകിച്ച് മനസ്സിനെ ഒന്ന് രാവിലെ തന്നെ നല്ല കുളിർമ നൽകിയ ഒരു ക്ലാസ്. താങ്ക് യു വെരി മച്ച്. Thank you. Yes. എല്ലാവർക്കും പറയാട്ടോ, ഞാനിങ്ങനെ പേര് വിളിച്ചു നിങ്ങൾ വിചാരിക്കണ്ട. എല്ലാവർക്കും പറയാം. നിങ്ങളായിട്ട് മുന്നോട്ട് വരികയാണെങ്കിൽ സന്തോഷം. നമ്മളതാ പറയാത്തത്, ബാക്കിയുള്ളവർ പറയട്ടെ ഇങ്ങനെ കാത്തിക്കുകയാണ്. അവരെ നമ്മൾ മുടക്കിന്ന് വേണ്ട. അങ്ങനെ ഒരിക്കലും ഈ മാജിക് മെമ്പേഴ്സ് പറയില്ലല്ലേ. പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവരെല്ലാരും അൺമ്യൂട്ട് ചെയ്ത് പറയും. അവർക്ക് വളരാനുള്ള ഒരു അവസരമാണ്. അതെ, നമുക്ക് ഇതേമായി തന്നെ ആദ്യകാലത്ത് ഇങ്ങനെ പിന്നോട്ട് വലിഞ്ഞു നിന്നു. അപ്പൊ നമ്മൾ മുന്നോട്ട് എല്ലാരും വന്നാൽ നമ്മള് ദിവസം രാവിലെ മെനക്കെടുന്ന നമ്മളെ നന്നാക്കാനാണ്.
ഇതൊക്കെ നമ്മളെ മേലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പൊ അത് കൃത്യമായിട്ട് ഈ അവസരം ഉപയോഗിച്ച് എല്ലാവരും ഫീഡ്ബാക്ക് പറയുകയാണെങ്കിൽ നമ്മളും വളരും, പറഞ്ഞു തരുന്ന ആൾക്കും ഒരു അടുത്ത പറച്ചിൽ ഒന്നും കൂടി ഉഷാറാവും. ഓക്കെ, അഫ്നിസ ചാറ്റ് ചെയ്യണ്ട. അഫ്നിസ പറഞ്ഞോ. അഫ്നിസ ചാറ്റ് ചെയ്യണ്ട പറഞ്ഞോ. മാജിക് മോർണിംഗ്. അത് എനിക്ക് പറയാനുള്ളത് രഞ്ജിത്ത് സാറ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇപ്പൊ ഇതിങ്ങനെ പറഞ്ഞും കേട്ടും നമ്മൾ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളിങ്ങനെ എത്തിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ഉള്ളിൽ ഇപ്പൊ എന്താണെങ്കിലും നമ്മൾ അവിടേക്ക് ഇങ്ങനെ നമ്മൾ മനസ്സിലിങ്ങനെ വലിച്ചു കൊണ്ടിരിപ്പട്ടെ പല വിഷമങ്ങളും പല കാര്യങ്ങളും ഉണ്ടെങ്കിലും നമ്മൾ അങ്ങനത്തെ ഒക്കെ ആ ഒരു മെഡിറ്റേഷൻ ചെയ്യുമ്പോഴായാലും നമ്മൾ അതിലുകൊണ്ട് വന്ന് ചേർന്ന് രജിത് സാറ് പറഞ്ഞത് കറക്റ്റ്. ഞാനും അതൊക്കെ തന്നെ പറയാൻ വിചാരിച്ചതായിരുന്നു. അതാണ് ഇപ്പൊ ഇന്നലെ ഓസ്റ്റിൻ സാറ് പറഞ്ഞു ആൽഫ മെഡിറ്റേഷനെ പറ്റി പറഞ്ഞു. അപ്പൊ ഞാൻ എന്നും ഒരു 5 മണി തൊട്ട് 5:30 വരെ ഞാൻ എൻ്റെതായിട്ടുള്ള ഒരു മെഡിറ്റേഷൻ ഞാൻ ചെയ്യാറുണ്ട്. എൻ്റെ രാവിലത്തെ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു 5 മണിക്ക് ഞാൻ മെഡിറ്റേഷൻ ചെയ്യും. അപ്പൊ ഇന്ന് ഞാൻ അതൊന്ന് ട്രൈ ചെയ്തു. അപ്പൊ അതിന് നല്ല മാറ്റമുണ്ട്. അത് ഒരു മനസ്സിനെന്തോ ഒരു അത് ചെയ്തപ്പോ എനിക്ക് തോന്നി അത് ആൽഫ മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടിയും വേറെ ഒന്നും ചെയ്യണ്ടെന്ന് പറയുന്നുണ്ട്. അത് നല്ലതാന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇന്ന് ഞാൻ ട്രൈ ചെയ്തപ്പോ എനിക്ക് എന്തോ ഒരു ഇത് തോന്നി. നല്ല ക്ലാസ് ആയിരുന്നു സാർ. താങ്ക് യു. താങ്ക് യു സാർ. പിന്നെ സാർ മാജിക് മോർണിംഗ്. പറയൂ. ഉഷാറ് ക്ലാസ് ആയിരുന്നു സാർ. നല്ല രാവിലെ ഒരുപാട് കാര്യങ്ങളാണ് ഇന്ന് ക്ലാസ്സിൽ പറഞ്ഞത്. അതിൽ ഉള്ളിൽ കിടക്കുന്ന ഒരുപാട് പോയിന്റുകളും നമ്മളിലേക്ക് എത്തി. അതായത് നമ്മൾ എന്തിന് ഉണരണം, ജീവിതത്തിലെ ലക്ഷ്യം എന്താണ്, ചെറിയ ചെറിയ ആക്ഷൻ എടുത്തിട്ട് നമ്മൾ എങ്ങനെ മുന്നോട്ട് പോവാം, ജീവിതത്തിൽ നന്ദിയുള്ളവരായിരിക്കാം, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക, ആരെയും ഉപദ്രവിക്കാതെ, വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒന്നും ഉപദ്രവിക്കാതെ നല്ലൊരു മനുഷ്യരായിട്ട് ജീവിക്കുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങളും നല്ല നല്ല എക്സാമ്പിൾ, ആ ചെടീന്റെ കാര്യമൊക്കെ പാടാതെ സൂക്ഷിക്കുക. അപ്പൊ നമ്മൾ അടിത്തറ ഫൗണ്ടേഷൻ നമ്മൾ സ്ട്രോങ് ആക്കി വെക്കുക. ഫൗണ്ടേഷൻ സ്ട്രോങ് ആയിട്ടില്ലെങ്കിൽ നമ്മളും ഇതാക്കുക. പിന്നെ അതുപോലെ തന്നെ അത് സംരക്ഷിക്കുകയും വേണമെന്നുള്ള കാര്യം കൂടി സാറ് പറഞ്ഞിട്ടുണ്ട്. അത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ചെടി വളർത്തിക്കൊണ്ടുവന്നാൽ എങ്ങനെ അത് കേടാകാതെ വാടാകാതെ സൂക്ഷിക്കാം എന്നുള്ളതും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് നമ്മൾ മനസ്സ് ശാന്തമാക്കുക എന്നുള്ളതാണ്. നമ്മൾ സൽപ്രവൃത്തികൾ ചെയ്യുക. നല്ല ആവശ്യം വരുന്ന സമയത്തൊക്കെ നമ്മൾ ഈ ഡെയിലി തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ നിശബ്ദത പാലിക്കുകയും മെഡിറ്റേഷനും അഫർമേഷനും ഗ്രാറ്റിറ്റ്യൂഡും ഒക്കെ എഴുതാനും ഇതൊക്കെ ബിമാജിക്കിന്റെ കൾച്ചർ നമ്മളിലേക്ക് കൊണ്ടുവരാനൊക്കെ സാറ് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് നല്ല നല്ല കാര്യങ്ങളാണ് ഇന്ന് കിട്ടിയത്. നല്ല അറിവുകളാണ് ഉള്ളതാണെങ്കിലും കുറച്ചും കൂടി നമുക്ക് അത് ക്ലാരിറ്റിയോട് കൂടിയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള എക്സാമ്പിളും നല്ല നല്ല വാചകങ്ങൾ ഉപയോഗിച്ചിട്ട്, വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് ഇന്ന് നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു സാർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മാജിക് മോർണിംഗ്. പറഞ്ഞോ. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഇപ്പോ എന്താ പറയാ, നമുക്കൊരു ക്ലാസ്, രാവിലെ ക്ലാസ്, മെഡിറ്റേഷൻ ഇതൊന്നും ഇല്ലാതെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുന്നത് തന്നെ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് സ്കിപ്പ് ആവേണ്ടി വന്നു കഴിഞ്ഞാൽ തന്നെ അത് അന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് എന്തോ നഷ്ടപ്പെട്ട പോലെയാണ്. സാർ വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നല്ലൊരു സെക്ഷൻ ആയിരുന്നു സാർ. ചെറിയ കാര്യങ്ങൾ ചെയ്ത് അതിലൂടെ നമ്മൾ വലിയ കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു വ്യക്തിയാണ്, അത് നിലനിർത്തുക. അതിനോടൊപ്പം തന്നെ നല്ലൊരു മെഡിറ്റേഷനും സാർ ഒരു അഫർമേഷനും തന്നു. നമ്മുടെ ഒരു ബേസ്മെന്റ് ഉറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു സർ. താങ്ക് യു ഷാനി മാം. ഓക്കെ, റസാഖ് സാർ, എല്ലാവർക്കും നമസ്കാരം. തീർച്ചയായും കേൾക്കാമോ? ഓക്കെ, എന്താന്ന് ചോദിച്ചാല് സാറ്
പറഞ്ഞപ്പോൾ എനിക്ക് രണ്ട് കാര്യമാണ് മനസ്സിലേക്ക് വന്നത്. നമ്മളൊരു വീട് പണിയുവാണെങ്കിലും അതിന് നല്ലൊരു അടിത്തറയുണ്ടെങ്കിൽ മാത്രമേ ആ വീടിനെ നമുക്ക് കെട്ടിപ്പൊക്കി നമുക്ക് അധികം നാൾ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ രീതിയിൽ നമ്മൾ ബിമാജിക്കിന്റെ കൾച്ചേഴ്സ് എല്ലാം സാറ് പറഞ്ഞ ആ ഓരോ സംഗതികളും നമ്മൾ എല്ലാവരും ഫോളോ ചെയ്യുന്നതാണ്. പക്ഷെ അത് ഒന്നുകൂടെ സ്ട്രോങ് ആയിട്ട് അതിന്റെ ഫൗണ്ടേഷൻ ശരിയാകാത്തവർക്ക് അതെങ്ങനെ ശരിയാക്കി എടുക്കാം, അല്ലെങ്കിൽ അത് ശരിയാക്കി ഇല്ലെങ്കിൽ എന്താണ് അതുകൊണ്ട് സംഭവിക്കുന്നത്, അത് ശരിയാക്കി അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോയാൽ നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ പറ്റും. പിന്നെ അതിന്റെ നമ്മൾ ചെയ്യുകയും അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്താൽ അത് ഫലപ്രാപ്തിയിലാകുകയില്ല എന്നുള്ള കാര്യമാണ് ഈ ക്ലാസ്സിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. കുറച്ചുകൂടെ ക്ലാരിറ്റി അത് തന്നെ. എല്ലാ ദിവസവും നമുക്ക് ഓരോ ക്ലാസ് കഴിയുമ്പോഴും അതിൻ്റെതായ എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടതെന്നുള്ളതിന്റെ ക്ലാരിറ്റിയാണ് കുറച്ചുകൂടെ കൂടി കിട്ടുന്നത്. നല്ലൊരു ക്ലാസ് ആയിരുന്നു സാർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. കഴിഞ്ഞോ? ഓക്കെ, ഇനി ആരെങ്കിലും ഉണ്ടോ? മാജിക് മോർണിംഗ്. പറയൂ. സാറിന്റെ ക്ലാസ്സിലുള്ള ഒരു പ്രത്യേകത സവിശേഷത, ടോപ്പിക് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും വളരെ നിസ്സാരമുള്ള ടോപ്പിക്കാണ്. അടിത്തറ, എന്താ അടിത്തറ? പക്ഷെ അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ അതിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ആ അടിത്തറയുടെ വേരുകൾ താഴത്തേക്ക് ഇറക്കുന്ന പോലെ നമ്മുടെ മനസ്സിലേക്ക് ഓരോരോ കാര്യങ്ങളും ഇറങ്ങി വരികയാണ്. നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മനസ്സിൽ ഒന്നുകൂടെ ബലപ്പെടുത്തുന്ന പോലെയുള്ള ഒരു പ്രസന്റേഷൻ ആയിരുന്നു സാറ് പറഞ്ഞത്. മനസ്സാറ് പറഞ്ഞ പോലെ തന്നെ ഓരോ കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഒരു നല്ല മനുഷ്യനായിട്ട്, അത് നമ്മുടെ അടിത്തറ അതാണ്. അവിടെ നിന്ന് വേണം നമുക്ക് പിന്നെ നമ്മുടെ ജീവിതം നമ്മൾ കെട്ടിപ്പടുക്കാനായിട്ട്, മറ്റുള്ളവരോട് ഇടപഴകാനും മറ്റുള്ളവരായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ലക്ഷ്യം പ്രാപിക്കാനായിട്ടുള്ള ഓരോ എഫേർട്സും അതിന് മുമ്പായിട്ട് അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ് ഈ അടിത്തറ എന്നുള്ളത്. ആ അടിത്തറ എങ്ങനെ പാകണം? ഇപ്പൊ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ എനിക്ക് കാലത്ത് എണീക്കുമ്പോൾ എന്തിനാ എണീച്ചെന്നുള്ള നിങ്ങളെ ചിന്തിക്കാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സത്യമായിട്ട് ശരിയാണ്, നമ്മൾ ചിന്തിക്കാറില്ല. കാലത്ത് എണീക്കണോ. അത് കഴിഞ്ഞ് പിന്നെ ഗോൾ സെറ്റ് ചെയ്ത് അതൊക്കെ ഉണ്ട്. പക്ഷെ ഈ എണീക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്, എന്തുകൊണ്ട് എണീക്കണം, ആ ഒരു ആറ്റിറ്റ്യൂഡും ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം നമ്മുടെ മനസ്സിലേക്ക് വന്നാൽ തന്നെ നമ്മുടെ മനസ്സ് ക്ലിയർ ആവും. നന്നായി സാറേ, ഈ പറഞ്ഞ പോലെ ബഷീർ സാർ പറഞ്ഞ പോലെ കുളിർമ കിട്ടിയില്ല ഇന്നത്തെ ക്ലാസ്സിൽ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഓക്കെ, താങ്ക് യു ഓൾ, താങ്ക് യു സോ മച്ച്. അപ്പം ടൈം ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ലാസ്റ്റ് ടൈം ആണെങ്കിലും എല്ലാവരും സംസാരിച്ചു, ഏകദേശം എല്ലാവരും സംസാരിച്ചു അല്ലേ? അപ്പൊ നിങ്ങളിത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കുറച്ച് സമയം നമുക്ക് അവിടെ ഒരു 2-3 മിനിറ്റ് അവിടെ ആരും ഫീഡ്ബാക്ക് പറയാതെ നിന്നിട്ടുണ്ടായിരിക്കും. അപ്പം ലാസ്റ്റ് ടൈം ആണെങ്കിലോ എല്ലാവരും ഒരാൾ സംസാരിച്ച് കഴിഞ്ഞ് ഗ്യാപ്പ് ഇല്ലാണ്ട് മറ്റൊരാൾ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. അപ്പൊ ആ ഒരു രീതിയിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പം ഇനി വൈൻഡപ്പ് ചെയ്യാലോ അല്ലേ റസാഖ് സർ? ഓക്കെ, അപ്പം ഇന്ന് നമുക്ക് നല്ലൊരു സെഷനാണ് റസാഖ് സാറ് എടുത്തു തന്നിട്ടുള്ളത് അടിത്തറയെ കുറിച്ചിട്ട്. അപ്പം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. സോ എല്ലാവരും ഇതെന്ത് ചെയ്യുക, മാക്സിമം ഇംപ്ലിമെന്റ് ചെയ്യുക. ഇങ്ങനെ നമ്മൾ ഓരോ സെഷനിലും നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതിന്റെ റിസൾട്ട് ഒക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ ഗ്രൂപ്പിൽ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നത് നന്നായിരിക്കും, അതിൽ ഷെയർ ചെയ്യുന്നത് നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നൊരു സെഷൻ എടുത്ത റസാഖ് സാറിനും ഇതിൽ പങ്കെടുത്ത എല്ലാ ബിമാജിക് മെമ്പേഴ്സിനും താങ്ക് യു സോ മച്ച്. ഓക്കെ, എല്ലാവർക്കും ലീവ് ചെയ്യാം. ഹാവ് എ നൈസ് ഡേ. ബൈ ഓൾ. താങ്ക് യു ഓൾ. താങ്ക് യു റസാഖ് സാർ. താങ്ക് യു ഓൾ. താങ്ക് യു സാർ. താങ്ക് യു ഓൾ. Thank you, sir. Thank you all.